ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം മുന്നിൽ എന്ന വിവരം പുറത്തു വരികയാണ്. ഏതായാലും അതൊരു ആശ്വാസം നൽകുന്നതാണ്. ജാർഖണ്ഡിൽ 81 സീറ്റുകളാണ് അവിടെ ആകെയുള്ളത്. അവിടെ ഇപ്പോൾ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു. അതിന്റെ കണക്ക് നമ്മുടെ മുൻപിലേക്ക് വരുന്നത് അത് മഹാരാഷ്ട്ര. ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം മുന്നിൽ എന്നതാണ് വരുന്നത്. പ്രധാനപ്പെട്ട വിവരം. മഹാരാഷ്ട്രയും ജാർഖണ്ഡുമാണ് 21-20 മുന്നിൽ എന്ന് പറയുമ്പോൾ ഒറ്റ സീറ്റുള്ളൂ. 21-20 അല്ല, നല്ല മത്സരമാണ്. ഇഞ്ചോടിഞ്ചാണ് ജാർഖണ്ഡിൽ കാണാൻ കഴിയുന്നത്. മഹാരാഷ്ട്ര ആ നിലയിൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായി മാറുന്നില്ല എന്നതുകൂടി ഉണ്ട്. അതും കാണേണ്ടതുണ്ട്. നമുക്ക് ഏതായാലും ചേലക്കരയിലേക്ക് വന്നാലോ. ചേലക്കരയിലേക്ക് വരുമ്പോൾ 210 വോട്ടുകളാണ് ലീഡ് ചെയ്യുന്നത്. 210 വോട്ട്. സാലി മുഹമ്മദ് ചേർന്നു. സാലി 210 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. EVM എണ്ണി തുടങ്ങിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേഗത്തിൽ? 1071 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു ചേലക്കരയിൽ യുവാർ പ്രദീപ്. അതാണിപ്പോൾ വലിയ കുതിച്ചുചാട്ടം. 1071 വോട്ടിന്റെ ലീഡിലായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതായത് ശരത് മനു, ഈ അല്പനേരം മുമ്പ് വരെ ഈ പോസ്റ്റൽ ബാലറ്റുകളായിരുന്നു. ഇപ്പോൾ EVMലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലീഡ് 1071 ആയിരിക്കുന്നു. 2-3 ബൂത്ത് മെഷീനുകളുടെ ഫലം പുറത്തു വന്നിട്ടുണ്ടാവും എന്ന് നമ്മൾ കരുതുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ 14 ബൂത്തിൻ്റെയും ഫലം വരും. ഫസ്റ്റ് റൗണ്ട് പൂർത്തിയാകും എന്ന് കരുതുന്നു. അപ്പോൾ ഒരു 8:40 ഫസ്റ്റ് റൗണ്ടിന്റെ ആകെ ക്രോഡീകരിച്ച കണക്ക് പുറത്തു വരും. ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ വരവൂര് കഴിയും അല്ലേ? കണക്കായിരിക്കും ടോട്ടൽ വോട്ടിന്റെ കണക്ക് വരും. ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ വരവൂർ പഞ്ചായത്ത് കഴിയും. ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ വരവൂരും കഴിയും, ദേശമംഗലത്തെ ഒരു ബൂത്തും കഴിയും. ഓക്കെ, അപ്പോൾ ആ പഞ്ചായത്തിലെ വരവൂർ പഞ്ചായത്തും ദേശമംഗലത്തെ ഒരു ബൂത്തും കഴിയും. അപ്പോൾ ആ പഞ്ചായത്തിൽ സ്വാഭാവികമായും LDF ലീഡിന്റെ നല്ല 1071 എത്ര അതെ തീർച്ചയായും അത് LDF ലീഡ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരവൂർ 4153 ആയിരുന്നു LDFന്റെ ലീഡ്. ലോക്സഭയിൽ 1808 ആയിരുന്നു LDF ലീഡ്. അപ്പോൾ LDFന് ശക്തി കേന്ദ്രം തന്നെയാണ്. ലോക്സഭയിൽ പോലും 1808 ലീഡ് നൽകിയൊരു പ്രദേശമാണത്. അപ്പം ഈ തെരഞ്ഞെടുപ്പിലും ആ ലീഡ്, അതിന് സമീപത്തുള്ള ഒരു ലീഡ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്ന പ്രദേശമാണത്. ഈ ലീഡ് കാരണം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് നമുക്ക് വരവൂർ ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1100-ൽ പരം വോട്ടുകളുടെ ലീഡാണ് LDFന് വരവൂർ നൽകിയതെങ്കിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4000 കടന്നുള്ള 4100-ൽ പരം ലീഡാണ്. അപ്പോൾ ഇതിലെവിടെയാണ് നിൽക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 24 ലോക്സഭാ തെരഞ്ഞെടുപ്പും 21 നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിൽ എവിടെയാണ് വരവൂരിൻ്റെ ലീഡ്, LDFന് കൊടുക്കുന്ന ലീഡ് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അതിനനുസരിച്ച് നമുക്ക് തുടർന്ന് അങ്ങോട്ടുള്ള പഞ്ചായത്തുകൾ എങ്ങനെ പെർഫോം ചെയ്യും, എങ്ങനെ മുന്നണികളുടെ പ്രതീക്ഷകളെ ഏത് നിലയിൽ അത് കീപ്പ് ചെയ്യും, മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയുന്നതിന് വളരെ പ്രധാനമാണ്. അതാ നോക്കാം, 1071. സാലി, ബാക്കി കൂട്ടിച്ചേർത്തുകൊണ്ട് വേഗം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു താരതമ്യത്തിന് കൂടി ഒന്നാമത്തെ റൗണ്ട് വളരെ കൃത്യമായി ഇടവരുത്തില്ലേ? തീർച്ചയായിട്ടും ശരത്, നമുക്ക് ഇപ്പം ഒന്നാമത്തെ റൗണ്ടിന് പൂർണ്ണമായി വന്നിട്ടില്ല. കുറച്ച് പോസ്റ്റലും 1-2 ബൂത്ത് EVM-ഉം അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു ക്രോഡീകരിച്ച കണക്കിലേക്ക് ഇപ്പോൾ എത്തിയെന്ന് പറയാൻ കഴിയില്ല. ഇതിൽ 1071 ഇപ്പോൾ പറഞ്ഞത് പോസ്റ്റൽ വോട്ടും ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് റൗണ്ടിൻ്റെ ഒരു ക്രോഡീകരിച്ച കണക്കാണെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ നിയമസഭയിൽ 4153 ആയിരുന്നു LDFൻ്റെ ലീഡ്. 2024 ലോക്സഭയിൽ 1808 ആയിരുന്നു LDFൻ്റെ ലീഡ്. അപ്പോൾ ഈ 1808 എന്ന ലോക്സഭയ്ക്ക് മുകളിലും ഈ 2021 4153 എന്ന നിയമസഭയ്ക്ക് കീഴിലും അതിനിടയ്ക്ക് ഒരു കണക്കിലേക്ക് ഇത്തവണ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ്, ആ കണക്കിലേക്കാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഫസ്റ്റ് റൗണ്ട് LDFന്റെ മജോറിറ്റി മേഖലയാണ്, ഇത് പ്രതീക്ഷിച്ചതുമാണ്. ശരി, വരാം, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സാലി, വരാം. മറ്റു വിവരങ്ങൾ കൂടി വരുന്നത് കൊണ്ടാണ്. പാലക്കാട് BJP 130 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടാമതാര് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കാരണം 3 സ്ഥാനാർത്ഥികൾ, ത്രികോണ മത്സരം. അതുകൊണ്ടുകൂടി രണ്ടാം സ്ഥാനത്ത് UDF ആണ്, രാഹുൽ മാങ്കൂട്ടത്തിലാണ് അവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത്. BJP 130 വോട്ടുകൾക്ക്, ശ്രദ്ധിക്കുക, BJP 130 വോട്ടുകൾക്ക് പാലക്കാട്ട് തപാൽ വോട്ടിൽ ലീഡ് ചെയ്യുന്ന ഘട്ടത്തിൽ UDF രണ്ടാം സ്ഥാനത്ത്. ഫിഗർ വന്നിട്ടില്ല. ഏതായാലും അത് അവിടെ നിൽക്കട്ടെ. അങ്ങനെ ആ ഒരു വിവരം പ്രേക്ഷകരെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തപാൽ വോട്ടിൻ്റെ സ്വാഭാവികമായും അവിടെയും വോട്ടെണ്ണി തുടങ്ങാൻ സാധ്യതയുണ്ട്. കാരണം അത് ചേലക്കരയുടെ ചിത്രം പറയാം. ചേലക്കരയിൽ ലീഡ് 1771, യുവാർ പ്രദീപിന് 3676 വോട്ടുകൾ ലഭിച്ചിരിക്കുന്ന ഈ സമയം വരെ. രമ്യ ഹരിദാസിന് 1905 വോട്ടുകളാണ് ഈ സമയം വരെ ലഭിച്ചിരിക്കുന്നത്. ബാലകൃഷ്ണൻ NDA സ്ഥാനാർത്ഥി 802 വോട്ടുകൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് 1771 വോട്ടുകൾക്ക് ലീഡ് ഉറപ്പിച്ചിരിക്കുന്നു ചേലക്കരയിൽ. ഇപ്പോൾ വരവൂർ പഞ്ചായത്ത് പൂർണ്ണമായോ? എല്ലാ ബൂത്തുകളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ടോ ഒന്നാം റൗണ്ട്?
ഇല്ല, അത് പൂർണ്ണമായിട്ടില്ല. ശരത്തെ അത് പൂർണ്ണമായിട്ടില്ല. Yes, yes. 14 മെഷീനും ആയിട്ടില്ല. ഏതാനും മെഷീനുകളുടെ മാത്രം കണക്കാണിത്. പക്ഷേ അല്ല, അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. മെഷീനുകളുടെ മാത്രമല്ല എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതെ, നേരത്തെ സാലി തന്ന വിവരങ്ങൾ അനുസരിച്ച് 210 വോട്ടുകൾ തപാൽ വോട്ടിൽ പ്രദീപ് ലീഡ് ചെയ്യുന്ന വിവരം നമ്മൾ തന്നെ നേരത്തെ നൽകിയിരുന്നു. ഇപ്പോൾ 1771. സ്വാഭാവികമായി തന്നെ അതിൽ തന്നെ 210 മൈനസ് ചെയ്താൽ ഈ വരവൂരിൻ്റെ ഇപ്പോഴത്തെ ലഭിച്ച ബൂത്തുകളുടെ ലീഡ് വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആ പഞ്ചായത്ത് പൂർണ്ണമായിട്ടില്ല, അല്ലെങ്കിൽ ആ റൗണ്ട് പൂർണ്ണമായിട്ടില്ല. ഇനിയും പല ബൂത്തുകളുടെയും വിവരങ്ങൾ വരാനിരിക്കുന്നു. അപ്പോൾ ഏതായാലും അറിയേണ്ട ആകാംക്ഷയുള്ളൊരു കാര്യം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ലീഡ് നില, 2021 നിയമസഭാ ലീഡ് നില, ഈ രണ്ടിലും ഇതിനിടയിൽ എവിടെയാണ് നിൽക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതറിയാൻ വരവൂരിൻ്റെ ആദ്യത്തെ റൗണ്ട് വളരെ പ്രധാനപ്പെട്ടതായി തന്നെ കാണാവുന്നതുകൂടിയാണ്. അപ്പോൾ ഏതായാലും LDFന് അവിടെ എത്രമാത്രം ലീഡ് ചെയ്യും എന്നൊരു പ്രതീക്ഷ, എക്സ്പെക്ടേഷൻ ഉണ്ടാവും സ്വാഭാവികമായും. അതിനനുസരിച്ച് ആ പഞ്ചായത്തിൽ എത്തിയിട്ടുണ്ടോ, ലീഡ് കിട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾക്ക് വരികയും ചെയ്യാം.